ഹായ് കൂട്ടുകാരെ, സുഖമല്ലേ? എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാട്ടോ. അപ്പോൾ എന്നും പതിവ് പോലെ എൻ്റെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളിലേക്ക് ഞാൻ ഏർപ്പെട്ടു കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടിയുണ്ട്. അമ്മയുടെ ഉൾപ്പെട്ട കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ മോളുടെ വീട്ടിലായിരുന്നു കുറച്ച് നാൾ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ അമ്മയായിരുന്നു കുറച്ച് കാലങ്ങളിലായിട്ട് വീഡിയോയിലുണ്ടായിരുന്നത്. അമ്മയും ഇപ്പോൾ ചേച്ചിയുടെ ഒരു സുഖമില്ലാത്ത സർജറി ആവശ്യത്തിന് പോയതാണ്. അപ്പം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ കുടിക്കുന്ന ഡ്രിങ്ക്സ്, നമ്മുടെ ചിയാ സീഡ്, അത് കലക്കി ഒന്ന് കുടിക്കുക കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെപ്പറ്റി. ചിയാ സീഡ് ഇട്ട വെള്ളം നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്, ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലതാണ്. പക്ഷെ ഞാൻ മധുരമൊന്നും ഇടാതെ ആയതുകൊണ്ട് പെട്ടെന്ന് കുടിക്കുക കേട്ടോ ചെയ്തത്. വെറും ഇത്തിരി നാരങ്ങയും കൂടി ഒഴിച്ച് അതിൻ്റെ കൂടെ ഇളം ചൂടുവെള്ളത്തിൽ അത് കുടിച്ചു. പിന്നെ തലേദിവസം ചിക്കൻ കറി ഉണ്ടായിരുന്നു, വീഡിയോ എടുത്തില്ല കേട്ടോ ചിക്കൻ കറി വയ്ക്കുന്നത്. അതും ഒന്ന് ചൂടാക്കി എടുത്തു വെച്ചു. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചാൽ കേട്ടോ, ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് തലേ ദിവസം അവർ കഴിച്ചതിൻ്റെ ബാക്കിയാട്ടോ, ഇനി ഒരു കഷ്ണേ ബാക്കിയുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പണികളുണ്ട്. പുട്ട് ഞാൻ അരി വെള്ളത്തിലിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് വെള്ളം തോലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡ്രൈ ആയിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ച് ചൂട് ഒന്നാക്കി പെട്ടെന്ന് അന്നേരം തന്നെയുള്ള ഒരു പെട്ടെന്നുള്ള പുട്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ പുട്ടിയിട്ടാൽ. അരിപ്പൊടി നമുക്ക് വേറെ ഇരിപ്പുണ്ട്, പൊടിച്ച പൊടി ഇരിപ്പുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റ് അങ്ങനത്തെ പുട്ടിന് കിട്ടൂല കേട്ടോ. അന്നേരം നമ്മൾ മില്ലിൽ നിന്നൊന്നും പൊടിക്കുന്ന പൊടിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇത്രയും അന്നേരേ തള്ളി ഒരു നല്ല ചൂടോടെ നല്ലൊരു പുട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊന്നും സ്വതവേ പുട്ടിനോട് അത്ര വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ പൊടി. അപ്പോൾ അമ്മ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ലേ? ഉണ്ട്. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഉൾപ്പെട്ട കേട്ടോ. അമ്മ ഞങ്ങൾ വിറകെടുക്കുന്നതൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒന്നിച്ച് കപ്പ കഴിക്കുന്നതൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പം പൊടിയൊക്കെ നല്ലോണം പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടി നനച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഞാൻ മിക്സിയിലിട്ട് ഒന്നുകൂടി ഇതാക്കും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അമ്മ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ മുറ്റത്ത് അടുപ്പിൽ തീ പിടിപ്പിച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പാത്രം ചൂടായി പോയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പൊടിയിട്ടത് ഇത്തിരി വൈകിപ്പോയാൽ പെട്ടെന്ന് തന്നെ അത് സ്റ്റീലിൻ്റെ പെട്ടെന്ന് തന്നെ അത് അടിയിലേക്ക് പിടിക്കുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഞാൻ അത് എടുത്തു കേട്ടോ, വാങ്ങി. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയായിട്ട് അത് കഴിഞ്ഞ് ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. വേഗം രാവിലെ എല്ലാം കഴിക്കണം കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട്, രാവിലെ തന്നെ ഒരുപാട് പണിയാണല്ലേ, രാവിലെ എല്ലാ വീടുകളിലും പണിയില്ലേന്ന്. ഞാൻ ഓർക്കും, ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാ വീടുകളിലും രാവിലെ ഇതുപോലെ പണിയില്ലേ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പണി? എനിക്കെന്നും രാവിലെ നിറച്ചും പണിയുണ്ട് കേട്ടോ. തലേ ദിവസം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ വിറകൊക്കെ എടുത്ത് വെക്കും, തീ പിടിപ്പിക്കാനുള്ള വിറകെടുത്ത് വെക്കും, എല്ലാം റെഡിയാക്കി വെച്ചിട്ടൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് രാവിലെ തലേ ദിവസം നമ്മൾ മുറ്റം അടിച്ചിട്ടാലും രാവിലെ എനിക്ക് മുറ്റമൊക്കെ ഒന്ന് തൂക്കണം കേട്ടോ. അതെനിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാട്ടോ, രാവിലെ മുറ്റം തൂക്കലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് തിരക്ക് കൂടാനുള്ളൊരു മാർഗ്ഗം കൂടിയാട്ടോ ഈ മുറ്റം തൂക്കൽ. അങ്ങനെ നമ്മുടെ മുറ്റമൊക്കെ തൂത്ത് ചെറിയ ചൂലാട്ടോ, കുറ്റിച്ചൂലെന്നൊക്കെ പറയും. ഈർക്കിളി ചീകി ഉണ്ടാക്കിയതാണ്. ഇനിയും നമ്മുടെ ഈർക്കിളി ഇരിപ്പുണ്ട് കേട്ടോ, ചൂല് കെട്ടാനുള്ളത്. നീളമുള്ള ചൂല് കെട്ടുന്ന സൈസ് അതിനെ എടുത്ത് എനിക്ക് ചൂല് കെട്ടണം. ഇപ്പം ഇത് തീരെ കുറ്റിയായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നിലത്ത് കുനിഞ്ഞ് കിടന്നാലേ അത് തൂക്കാൻ പറ്റുള്ളൂ. ഇനി ആ ചൂലൊക്കെ ഒന്ന് കെട്ടിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം മുറ്റം തൂക്കാം കേട്ടോ. ഇപ്പോൾ ഇനി വേനലായതുകൊണ്ട് ഈ കുറ്റിച്ചൂലിൻ്റെ ആവശ്യമില്ല, നമുക്ക് നിന്നടിക്കുന്ന സൈസ് ചൂല് മതി കേട്ടോ. അങ്ങനെ പോകുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി എടുത്തിട്ട് പോവാം. ഞങ്ങൾക്ക് മാത്രം 2 മുട്ട, ഞങ്ങൾ ചിക്കൻ കഴിക്കില്ല, അപ്പം ഞങ്ങൾക്ക് പുട്ടിന് കറിയായിട്ട് മുട്ട റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 മുട്ട എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള സവോളയൊക്കെ ഒന്ന് വഴറ്റി ഒരു ചെറിയൊരു മുട്ടക്കറി ഇട്ടോ, ഒരു പെരളനായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, അധികം ചാറൊന്നും ഇല്ലാതെ.
പിന്നെ അവർക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും വേണ്ടല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് തലേദിവസത്തെ തക്കാളി കുറച്ച് അരിഞ്ഞത് ഏറെ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ ചായ എടുക്കാണേ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ, മുട്ടപ്പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയല്ല കേട്ടോ, മീറ്റ് മസാല ഇട്ട് കിട്ടുന്ന ചിക്കൻ മസാല. ഞങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ചിക്കൻ മസാല ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ട് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ചിക്കൻ നല്ല പെരളൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടപ്പെരളനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ചായ എടുക്കുക കേട്ടോ. അമ്മ ഗുളിക കഴിക്കുന്നുണ്ട്, അമ്മയ്ക്കും വയറ്റിൽ പരവേശം ഉണ്ടാവും രാവിലെ. അപ്പം ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ, പാലുണ്ടെങ്കിൽ പാൽ ഇട്ടെടുക്കും, ഇല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ടെടുക്കും കേട്ടോ. ഇതിപ്പോൾ പാല് ആണ് നമ്മളെടുക്കുന്നത്. നമുക്കിവിടെ അടുത്തുനിന്ന് കിട്ടുന്ന പാല് കറവ നിന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മൾ പശു പ്രസവിച്ചാലേ നമുക്ക് ആ പാല് കിട്ടുള്ളൂ. അതുവരെ ഈ പാക്കറ്റ് പാലൊക്കെ ആയിട്ട് നമ്മൾ പുറത്തു നിന്നൊക്കെ ആട്ടോ മേടിക്കുന്നത്. അങ്ങനെ അമ്മയും ഞാൻ ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകാൻ ഹെൽപ്പ് ചെയ്യുക. അവിടെ അങ്ങനെയുള്ള സാധനത്തിനൊന്നും പിന്നെ അതെങ്ങനെ കോഴി കണ്ടെങ്കിൽ അടുത്ത പറമ്പിലോട്ടോ അടുത്ത വീട്ടിലോട്ടൊക്കെ കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊന്നും നമുക്ക് ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് അതിനകത്തുള്ള ഒരു പരിപാടിക്കാൻ ഇതുവരെയാണോ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ രാവിലത്തെ ചായ കൂടി ഓരോ ജോലികളിലാട്ടോ. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ട വീഡിയോസായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ ചേച്ചിയുടെ സർജറി ആവശ്യാർത്ഥം പോയതാണല്ലോ അല്ലേ. അപ്പോൾ അമ്മ എനിക്കും വരാൻ പറ്റിയെങ്കിൽ അമ്മയും ഉണ്ടാവും കേട്ടോ വീഡിയോസിൽ. പക്ഷേ അമ്മ ഇപ്പോൾ ഉടനെ വരില്ല, ചേച്ചി സർജറി കഴിഞ്ഞിട്ടില്ല, ഡേറ്റൊക്കെ കിട്ടി വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആട്ടോ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ രാവിലെ പുട്ട് ചുടുവാണ്. ഇനി ചേച്ചിക്ക് ചിലപ്പോൾ സർജറി പെട്ടെന്നുണ്ടായാൽ ഞാൻ അങ്ങോട്ട് പോകും കേട്ടോ. അവിടെ പോയി ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് ദിവസം ചേച്ചിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ടതായിട്ട് ചിലപ്പോൾ വരും. എങ്ങനെ ഇപ്രാവശ്യം കിട്ടിയത് എത്രയാണ്? 600 രൂപ പിടിച്ചില്ലേ? ആ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ പിടിച്ച, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്മണിയുടെയൊക്കെ പിടിച്ചായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ എല്ലാവരും പിടിക്കുമെന്ന് തോന്നുന്നു. അത് പിന്നെ കിട്ടും, അവസാനം കിട്ടുമെന്നാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടുമെന്ന് അങ്ങനെ പറയുന്നുണ്ട്. 2500 രൂപയൊക്കെ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. 3000 കിട്ടേണ്ടതല്ലേ? മുഴുവൻ കിട്ടിയോ? എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം കണ്ടു, അടുത്ത പ്രാവശ്യം പിടിക്കുക. ഇതിന് മുമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ പിടിക്കും. അമ്മച്ചിക്ക് കിട്ടിയെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അമ്മണിയുടെ 1200 രൂപ പിടിച്ചോന്ന് അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. അമ്മച്ചിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കടയിൽ പോകത്തില്ല. 1000 രൂപ കൊണ്ട് കടയിൽ പോയി ഒരു സാധനം കിട്ടുകയില്ല. 1000 രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ കൈ പിടിച്ചോണ്ട് പോകാനൊന്നും കിട്ടുകയില്ല. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ജീവിക്കാൻ പറ്റില്ല നമ്മൾ സാധാരണക്കാരെല്ലാം. അവിടെ പോയി ഇന്നാണ് ബാങ്കിലെങ്ങാണ്ട് അവിടെ പൈസ ഉണ്ടായിരുന്നു പോയി എടുത്ത് മിനിഞ്ഞാന്ന് സാധനങ്ങൾ. ശശിയുടെ മകള് തൊട്ടടുത്ത അതിന്റെ നേരെ താഴെയായിട്ട് 2-3 വീടുണ്ട്, വീടൊക്കെ ഉണ്ട്. പിന്നെ ജോർജ് പന്നിവെട്ടുകാരനെ, ജോർജ് അവിടെയാണോ? അവിടെ താമസിക്കുന്നത്. അതാ പാലം അങ്ങോട്ട് വഴി ഇറങ്ങിക്കുന്ന പാലം അങ്ങോട്ട് കഴിയുന്ന അവിടെ തന്നെയാണ്. അതിന്റെ അപ്പുറത്തോട്ട് ഇച്ചിരി അങ്ങോട്ട് മാറണം. ഇനി അവരവിടെ താമസിക്കുന്നില്ലേ? അവരവിടെ താമസമാണ്. വെള്ളം ഓസിക്കൂടൊക്കെ വരുന്നതാണെങ്കിൽ വെള്ളം ഇതുവരെ പറ്റിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അടുത്തയാൾ വേർത്ത് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഷട്ടിൽ ബാറ്റ് കഴിഞ്ഞ് വന്നാട്ടോ, ഇനി പോകാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ കുളിക്കാനേക്ക് വന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് ഓടുക കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അവന് രാവിലെ എന്താണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വന്ന് കിച്ചണിൽ നോക്കിയിട്ട് ഒരു ഓട്ടോ ആട്ടോ. അപ്പം പിന്നെ എടുത്തു വെച്ചോ, ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിയതാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചൂടോടെ പുട്ട് തരാം, ചിക്കൻ കറി കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യത്തെ കുറ്റിയിലെ പുട്ട് കുത്തുവാണേ. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ പുട്ടിന്. നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ അന്നേരം ഉണ്ടാക്കുന്ന പുട്ടിന് നല്ല ടേസ്റ്റാട്ടോ. പൊടിയൊക്കെ വറുത്ത്
പിന്നെ ഒന്നുകൂടി മയം വരാൻ മിക്സിയിൽ ഒന്നുകൂടി കുഴച്ച് കഴിഞ്ഞ് ഒന്നുകൂടി അങ്ങനെ പിന്നെ ചോറും എടുത്തു, അവർക്കുള്ള ചോറും എടുത്തു, പിന്നെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ പുട്ടായതുകൊണ്ട് ഞങ്ങളും വിചാരിച്ചു ചൂടോടെ കഴിക്കണം, ഇല്ലെങ്കിൽ പുട്ടിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ കൊള്ളിയല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അമ്മയും റെഡി ആയിക്കോ, എല്ലാവരും റെഡി ആയിക്കോ, നമുക്ക് ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പുട്ടിൻ്റെ ചൂടാറിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുക കേട്ടോ. അപ്പം മോളും പോകാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. മോൾ അവിടെ റെഡി ആകുന്നുണ്ട്, അവൾ ഒരുങ്ങിക്കഴിഞ്ഞില്ല. പിന്നെ അവൾ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, അവൾ കുടിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതാ അപ്പോഴത്തേക്കും നമ്മുടെ പീറ്റു ഉണ്ട് കേട്ടോ. എനിക്കും ചായ തായോ. പീറ്റുവിന് നമ്മൾ ചായ കൊടുത്തപ്പോൾ കുടിക്കുമ്പോൾ നമ്മൾ ഒരു ചായ കൊടുത്തതാട്ടോ, പാലൊഴിച്ച് ചായ കൊണ്ടേ കൊടുത്തതാണ്. പക്ഷേ അവന് രാവിലെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ കൂട്ടി കയറുള്ളൂ കേട്ടോ. അപ്പം മോൻ പറയുന്നുണ്ട് പീറ്റു പോയി കൂട്ടി കയറാനേ. എവിടെ പീറ്റു കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഇവൻ പോകുന്ന പുറകെ, ബൈക്കിൻ്റെ പുറകെ ചിലപ്പോൾ ഒരു ഓട്ടോ ഓടും കേട്ടോ. അപ്പോൾ മോൻ പറയും അതിന് മുന്നേ പൂട്ടാൻ വേണ്ടിയിട്ട് പീറ്റു കൂട്ടി കയറുന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവൻ പോകാൻ ഇറങ്ങിയിട്ടും പീറ്റു കൂട്ടി കയറുന്ന ഒരു ലക്ഷണമില്ല കേട്ടോ. പീറ്റു ഇങ്ങനെ എന്താണെന്നറിയാമോ, ഇവന് ഈ മോൻ പോകുന്ന ബൈക്കിൻ്റെ പുറകെ ഓടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് എടുത്ത് കൊണ്ടേ കൂട്ടി കയറ്റി കഴിഞ്ഞാൽ എനിക്ക് അവനെ കയറ്റി കെട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം വന്ന് നോക്കിയപ്പോൾ ആശാൻ കയറിയിട്ടില്ല. അപ്പം മോനാണെങ്കിൽ പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഫുഡ് എടുത്തുകൊണ്ട് വരാം. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആശാൻ വേഗം കൂട്ടി കയറും കേട്ടോ. അവന് മനസ്സിലായി ഞാൻ ഫുഡ് എടുക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നു. അവനെ കൂട്ടി കയറ്റാനുള്ള തത്രപ്പാടാട്ടോ. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല മര്യാദ രാമനെ വേഗം കയറിക്കോളൂ കേട്ടോ കൂട്ടിൽ. അങ്ങനെ ഇതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതവിടെ ആസാമീസ് ഉണ്ട് കേട്ടോ, കോഴി ഫാമിലെ അവിടുത്തെ കുട്ടിയാട്ടോ. അപ്പോൾ ഇവൻ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവൻ ഇവിടെ പീറ്റുവിനെയൊക്കെ കൂടെ കാണാനും കോഴികളെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് വരുന്ന കേട്ടോ. അപ്പോൾ ഈ മിക്ക ദിവസവും ഇവനിങ്ങനെ ഇവിടെ ഒരു കാഴ്ചക്കാരനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് പച്ചവെള്ളം വെള്ളം തിളപ്പിക്കും, അതിനുള്ളത് തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇതാ നമ്മുടെ പപ്പായ മരത്തിൽ നിന്ന് പഴുത്ത് നിൽക്കുന്നു പപ്പായ ഞാൻ നോക്കിയപ്പോഴേ അതൊന്ന് കുത്തി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെത്തിയെടുക്കാമല്ലോ അല്ലേ. അങ്ങനെ ഇതാ പപ്പായയും നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയത് തുണി അലക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചേക്കുന്ന കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് തന്നേക്കണേ. അങ്ങനെ ഓൾമോസ്റ്റ് തുണിയൊക്കെ അലക്കി ഇവിടെ കഴിയാനായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വിരിച്ചിട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ കുറച്ച് തിരക്കുകൾ ഒഴിവായിട്ടോ. പിന്നെ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇവിടെ രാവിലെ തുടങ്ങി നല്ല വെയിലാട്ടോ അലക്കുന്നിടത്ത്. അപ്പം തുണി നിറച്ചും തുണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വിരിച്ചിട്ട് പിന്നെ തുണി വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അത് കൂട്ട് വെയിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തുണി അലക്കോടെ കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതൊരു ചെറിയ അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്.